നമുക്കിപ്പോ കാശ്മീരിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാമോ? കേന്ദ്ര സർക്കാരിന്റെ രാജ്യസുരക്ഷാ നടപടികളെ കുറിച്ച് നമുക്കൊരു ആശങ്ക പ്രകടിപ്പിക്കാമോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കാശ്മീരിൽ നടന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള രാജ്യസുരക്ഷയ്ക്ക് ഭംഗം വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ നാട് ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി ഇന്ത്യ എന്ന ഒരൊറ്റ സ്വരത്തിൽ നിൽക്കേണ്ട കാര്യം തന്നെയാണ് നടന്നിട്ടുള്ളത്. പാകിസ്ഥാന്റെ അറിവോടുകൂടി ഭീകരർ കടന്നു കയറി നമ്മുടെ പൗരന്മാരുടെ മേൽ നിറയൊഴിച്ച് കൊന്നു കളഞ്ഞ ഒരു വലിയ അവസ്ഥ. കശ്മീർ ഇന്നും ഒരു അശാന്തിയുടെ ഭൂമിയായി ഇങ്ങനെ നിലനിൽക്കുന്ന ഒരവസ്ഥ. കാശ്മീർ ഒരു വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നമായി ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ. ശക്തമായ തിരിച്ചടികളാണ് ഇന്ത്യ കൊടുക്കുന്നത്. സിന്ധു നദീതട കരാർ റദ്ദാക്കിയതുപോലെ, പാകിസ്ഥാൻ പൗരന്മാർ 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് പറഞ്ഞ പോലെ നയതന്ത്രത്തെ മുഴുവൻ ഉലച്ചുകൊണ്ടുള്ള ശക്തമായ തിരിച്ചടികൾ ഇന്ത്യ മുമ്പെങ്ങുമില്ലാത്തതുപോലെ കൊടുക്കുന്നതൊക്കെ സ്വാഗതാർഹം തന്നെ. കൊടുക്കണം ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം. കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തിന്റെ ഓരോ പൗരന്റെയും അന്തരംഗം മന്ത്രിക്കും പോലെ അവന്റെയൊക്കെ അണ്ണാക്കിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കണം, ഒരു സംശയവുമില്ല. പക്ഷേ ഇവിടെ ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനോട് ഒരു ചോദ്യം ചോദിക്കണ്ടേ നമ്മൾ? മോദി സർക്കാർ വന്നതിന് ശേഷം കാശ്മീരിൽ വന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ എത്രമാത്രം വലുതാണ്. ഓരോ ആക്രമണങ്ങളും വലിയ രീതിയിൽ ശക്തമാകുന്നു എന്നുള്ളതാണ്. 370 കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു അശാന്തിയുടെ താഴ്വര ഇനി ശാന്തിയുടെ സമാധാനത്തിന്റെ ഭൂമിയാകാൻ പോകുന്നു എന്ന്. നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ഭീകരവാദം ഈ നാട്ടിൽ എന്നേക്കുമായി അവസാനിക്കുമെന്ന്. അങ്ങനെ ഈ നാട്ടിൽ കാശ്മീർ വലിയ രീതിയിലുള്ള സമാധാന ഭൂമിയാണ് എന്ന് പറഞ്ഞു വലിയ രീതിയിൽ അതിൻ്റെ രീതിയിലുള്ള ഇതെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ആ ശാന്തിയുടെ ഭൂമി കാണാൻ വന്ന വിനോദസഞ്ചാരികളാണ് ഇപ്പോൾ വലിയ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമുക്ക് ഈ സർക്കാരിന് സാധിക്കണ്ടേ എന്നുള്ളതാണ്. സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പിടിപ്പുകേടല്ലേ ഇതെന്നുള്ളതാണ്. ഇത് ചോദിക്കേണ്ട സമയമാണോ ഇത് എന്ന് പലരും ആശങ്കപ്പെടുന്ന, സർക്കാരിനെതിരെ ശബ്ദിച്ചാൽ അത് രാജ്യസ്നേഹത്തിനെതിരെ രാജ്യദ്രോഹമായി മാറുമോ എന്നൊക്കെ തോന്നുന്ന വലിയ രീതിയിലുള്ള സംശയങ്ങളും കൺഫ്യൂഷനുകളും ഒക്കെ ഉള്ള ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്. കാരണം മൻമോഹൻ സിംഗിന്റെ സർക്കാർ ഇവിടെ കാശ്മീരിലെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അവരുടെ കാലത്തുണ്ടായപ്പോൾ എത്രമേൽ ശക്തമായാണ് BJP ആ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയത്. മൗനി ബാബയാണ് മൻമോഹൻ സിംഗ് എന്ന് പോലും ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾ സർക്കാരിലേക്ക് ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഇനിയും ഈ അശാന്തിയുടെ പ്രകടനങ്ങൾ അവസാനിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയാത്തത്? ഇന്ത്യക്കുമേൽ വലിയ രീതിയിൽ കടന്നു കയറാൻ എന്തുകൊണ്ടാണ് ഭീകരവാദ ശക്തികൾക്ക് ഇപ്പോഴും സാധിക്കുന്നത് എന്നുള്ള വലിയ ഉത്തരം മോദി സർക്കാർ പറഞ്ഞേ മതിയാകൂ.